Assalamualaikum warahmatullahi wabarakatuh. A'udzubillahi minasyaitonirrajim. Bismillahirrahmanirrahim. Alhamdulillah wassalatu wassalamu ala asyrafil mursalin wa ala alihi വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർവ ആദരണീയരായ അധ്യക്ഷരെ, ഏറെ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, ഇന്നത്തെ ഈ മനോഹര ദിനം നമുക്കായിട്ട് സമ്മാനിച്ച സർവശക്തനായ നാഥനെ തന്നെ ആദ്യം തന്നെ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. കാരുണ്യക്കടലായ അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര സുദിനത്തിൽ കാരുണ്യത്തിന്റെ പ്രവാചകൻ എന്ന വിഷയത്തെ ആസ്വദിച്ച് നിങ്ങൾക്ക് മുമ്പിൽ രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. പ്രപഞ്ചത്തിലെ സർവ്വ സൃഷ്ടികളെക്കാൾ അള്ളാഹുവിന്റെ സ്നേഹഭാജനമായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബീലാണ് നമ്മൾ. തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിന്റെ സർവ്വ മേഖലകളും പ്രകടിപ്പിക്കാൻ വിശ്വാസികൾ വെമ്പൽ കൊള്ളുമ്പോൾ വസന്ത മാസത്തിന്റെ പരിമളം പ്രപഞ്ചമാകെ ആലതല്ലുകയാണ്. സൃഷ്ടികൾ ചെയ്യുന്ന ഒരേ ഒരു കാര്യം അള്ളാഹുവും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണെന്ന് പറയുമ്പോൾ അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തുന്നതിന്റെ മഹത്വം അവർണ്ണനീയ നിയമമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകൾ പൂർണ്ണമായും ജീവിതത്തിൽ പകർത്തുക എന്നത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ പ്രധാന ഘടകമാണ്. എല്ലാ മനുഷ്യർക്കും നന്മ കാംക്ഷിക്കുന്നത് മതത്തിന്റെ മുഖ്യ ഭാഗമാണ്. അവരിന് ഗുണം ഭവിക്കട്ടെ എന്ന മനസ്സൽവിൽ നിന്നും അനുകമ്പയിൽ നിന്നുമാണ് കരുണാമനസ്ഥിതിയുടെ കവാടം തുറക്കപ്പെടുന്നത്. ഭൂമിയിലുള്ളവരോടെല്ലാം നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. എല്ലാ സൃഷ്ടികളോടും കരുണ കാണിക്കാൻ ഇത് പ്രചോദനമാണ്. കാരുണ്യം മതവാറഹ്മത്ത് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്ന ഒരു വികാരം തന്നെയായിരുന്നു. ജീവിത പ്രയാസങ്ങൾ അനുഭവിക്കുന്നവനെ അവന്റെ പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടി സഹായിക്കാൻ പഠിപ്പിച്ച ആറ്റപ്പൂവ്. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ വിശ്വാസിയല്ല എന്ന് പറഞ്ഞ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നായക്ക് വെള്ളം കുടിപ്പതിന്റെ പേരിൽ ഒരാൾക്ക് പാപമോചനം നൽകിയെന്നും ഒരു പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിന്റെ പേരിൽ ഒരു സ്ത്രീ നരകത്തിൽ പ്രവേശിച്ചുവെന്നും പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ ഉണർത്തുകയുണ്ടായി. മൃഗത്തിനോട് പോലും ദയവായ്പോടെ സമീപിക്കാനായിരുന്നു അവിടുത്തെ അധ്യാപനം. വിധവകളോടും യതീമിനോടും കുഞ്ഞുങ്ങളോടും വൃദ്ധരോടും കരുണയും ദയയും ഉള്ളവരായിരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. കാരുണ്യത്തിന്റെ മഹത്തായ അധ്യാപനങ്ങൾ ലോകത്തിന് പകർന്നു കൊടുത്തിട്ടാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയത്. വഫാത്തിന്റെ സമയം എൻ്റെ ഉമ്മത്തി എന്ന് വിലപിച്ച സ്നേഹനിധിയായ നേതാവിനെ ഈ ലോകത്തെവിടെയാണ് കാണാനാവുക? പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നാം പഠിക്കുകയും അത് പിന്തുടരുകയും ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യൽ കാലഘട്ടത്തിന്റെ അനിവാര്യതയായി നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പിൻപറ്റി ജീവിക്കാനും അവിടുത്തെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. പരലോകത്ത് പോലും അവിടുത്തെ കരുണയുടെ ചിറകിലാണ് നമ്മുടെ രക്ഷ. മഹ്ശറയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശയിൽ ലോക ജനതക്കൊന്നാകെ അല്ലാഹു കാരുണ്യം ചെയ്യുമ്പോൾ അവിടുത്തെ കാരണം കൊണ്ട് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹമ്മദ് നിഷ്മൽ ആൻഡ് പാർട്ടി സംഘഗാനം.